നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ടാക്സി വാഹനങ്ങളിൽ നിന്ന് 283 രൂപ ഈടാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. വിമാനത്താവളത്തിലെ അംഗീകൃത പ്രീപെയ്ഡ് ടാക്സികളല്ലാത്ത പുറത്തുനിന്നെത്തുന്ന ടാക്സി വാഹനങ്ങൾ വിമാനത്താവളത്തിലെത്തി യാത്രക്കാരെ കയറ്റി പോകുകയാണെങ്കിൽ 283 രൂപ നൽകണമെന്ന നിർദ്ദേശമാണ് ഇന്നലെ മുതൽ താൽക്കാലികമായി പിൻവലിച്ചത്. സംഭവത്തിൽ പുനഃപരിശോധന നടത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കും. വാഹന പാർക്കിംഗ് നിരക്ക് ഈ കഴിഞ്ഞ 16 മുതലാണ് എയർപോർട്ട് അതോറിറ്റി പുതുക്കിയത്. യാത്രക്കാരെ വിമാനത്താവളത്തിൽ എത്തിക്കുന്നതിന് പുറത്തുനിന്നുള്ള ടാക്സി വാഹനങ്ങൾക്ക് നിരക്കില്ല. എന്നാൽ യാത്രക്കാരെ കൊണ്ടുപോകാനെത്തി പുറത്തിറങ്ങുമ്പോൾ 283 രൂപ നൽകണം. ഈ തുക ഈടാക്കുന്നതാണ് താൽക്കാലികമായി നിർത്തിയത്. ഇതൊഴികെയുള്ള മറ്റു നിരക്കുകൾ ഈടാക്കുന്നത് തുടരുമെന്നും വിമാനത്താവള അധികൃതർ പറഞ്ഞു. പാർക്കിംഗ് ഫീസ് സംബന്ധിച്ച പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ പോലീസിന്റെ കൂടി നിർദ്ദേശം കണക്കിലെടുത്താണ് 283 രൂപ ഈടാക്കുന്നത് നിർത്താൻ തീരുമാനിച്ചത്. എയർ1 ന്യൂസ്, കരിപ്പൂർ. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.